ഓൾമോസ്റ്റ് ഒരു 3 ദിവസമായി ഇവിടെ ഒരാൾ പല്ലേല് നൂലും കെട്ടിക്കൊണ്ട് കിടക്കണം, പറക്കുന്നു പറഞ്ഞുകൊണ്ട്. അത് റെഡി ആയി കഴിയുമ്പോ പറിച്ചാലാണ് ബ്ലീഡിംഗ് ഒക്കെ കുറയണത്. പക്ഷെ ഒരു രക്ഷയില്ല, പുള്ളി തന്നെ പല്ലേലിട്ട് കെട്ടുന്നു. പുറത്ത് പോകുമ്പോ ചക്കിക്കന്നെ ഒരുക്കിയിട്ട് കൊണ്ടുപോകണം, ഭയങ്കര നിർബന്ധം. ഫേസിലിടുന്ന ക്രീമോ? എന്റെ ഫേസ് ക്രീം ഏതാ ഞാൻ യൂസ് ചെയ്യണേന്നാട്ടോ ചോദിച്ചത്. അപ്പൊ അതെടുത്തോ. അമ്മ വൃത്തിയില്ലാണ്ട് മമ്മേനെ കൊണ്ടുപോകുന്ന അണക്കേടായിട്ട് ഓർത്തിട്ടാ. പിള്ളേരൊക്കെ പ്രായം വരുമല്ലേ, അതുകൊണ്ടാണോ? ആണോ ജക്കി, അതുകൊണ്ടാണോ? അമ്മ വൃത്തിയില്ലേ? ബ്യൂട്ടിഫുൾ മമ്മയല്ലേ. ഇതെന്നെ പരിപാടി ഇത്? അതെന്തിനാ തൂക്കണത്? മേക്കപ്പ് ചെയ്യണോ? ഞാനും ചെയ്യാൻ വരുവാ. രണ്ടുപേരും ചെയ്യാൻ പറ്റത്തില്ല. ഒരു സൈഡ് ഞാൻ, ഒരു സൈഡ് ചോദിച്ചാ ഈ 3 പേരും കൂടെ മേക്കപ്പ് ചെയ്ത ഒരു പരിവായിരിക്കും. മമ്മേനെ ചെയ്യാനും മമ്മേനെ മേക്കപ്പ് ചെയ്യാനും ഇവര്. പപ്പയുടെ ആണെങ്കിൽ കാലെ ക്രീം തൂത്ത് തരുന്ന ഇവരാണ്. ചില സമയത്ത് നമ്മൾ മടുപ്പായിട്ടിരിക്കും, കുനിയാൻ മടിയുള്ള ദിവസം അല്ലേ? അപ്പൊ ആദ്യം ചക്കിയില്ല വന്നെ, ചക്കി ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് മതി മാളു. അപ്പൊ ഞാൻ എന്താ ചെയ്യണം? അതിനിടയ്ക്ക് ജോണിക്കുട്ടി എന്നാ ചെയ്യണേ? ഇതെന്നെ ചക്കി ചെയ്യുന്നേ? എന്റെ പൊന്നേ മതി. പ്രായമായപ്പോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുവോ? നമുക്ക് നല്ല പ്രായമൊക്കെ ആയി കഴിയുമ്പോ എന്നാ അന്നേരം കൊറേ റിങ്കിൾസ് ആയിരിക്കുന്നു. പക്ഷെ അതെന്നാ ഇപ്പൊ ചെയ്തേ? അത് ഇടല്ലേ, പ്രായമാകുമ്പോ മേക്കപ്പ് ഇടരുതേ, കെയർ മാത്രം മതി കേട്ടോ. പിന്നെ ഫീച്ചേഴ്സ് ജസ്റ്റ് ബ്യൂട്ടീഷ്യൻ. താങ്ക് യു, മതി മോനെ. ഉരുട്ടി നല്ലോണം നോക്കി. അപ്പൊ ഞങ്ങള് നേരെ അവാന്തോ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അവാന്തോ എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത്, ആരൊക്കെ അവാന്തോയ്ക്കകത്ത് ഇറങ്ങുമെന്ന് നോക്കാം അല്ലേ? മോളെ ഇറങ്ങുന്നുണ്ടോ? സിമ്മിയോ നോക്കാം. ഇന്ന് ഇത്രയും ദിവസം കൂടി ഇന്നത്തെ ദിവസമാണ് സൺലൈറ്റ് ഒക്കെ വന്ന ഒരു തെളിച്ചം വന്ന ദിവസം. ഈ സംഭവം ഇതിന്റെ ബോക്സും ഉണ്ട്, ഇങ്ങനെ ട്യൂബും ഉണ്ട് കേട്ടോ. പല ക്രീമുകൾ യൂസ് ചെയ്ത് എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല, പക്ഷെ എനിക്കിത് എന്തായാലും ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. ഈ സംഭവം യൂസ് ചെയ്തിട്ട് ഒത്തിരി ഗുണമുള്ളത് തോന്നിയിട്ടുണ്ട്. ഡാർക്ക് സ്പോട്ടുകളൊക്കെ നമുക്ക് കുറയുന്നുണ്ട്. പിന്നെ സ്നെയിൽ ക്രീം എന്നാണ് ഇതിന്. തലയും കുത്തി പിടിച്ചേക്കുന്നത് കോസ്റ്റെക്സിന്റെ സ്നെയിൽ ക്രീം. എന്നാ പിന്നെ നിങ്ങൾ റെഡി ആയിക്കോ, ഞാൻ റെഡിയാവും. അമ്മ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. ആ കണ്ണ് കുട്ടിയേക്ക് ഞെക്കും. പണ്ടൊക്കെ ഇവരെ എവിടെയെങ്കിലും പോകുമ്പോ ഇവരെ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് തലയേരി കൊടുക്കണം. ഇപ്പൊ തിരിച്ചായി അല്ലേ? ചെയ്യാൻ ട്രൈ ചെയ്തോട്ടെ, ജോലിക്കുട്ടി ചീപ്പെടുത്തോ? നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ കൊച്ചിനെ ഓർക്കുമായിരുന്നു. അപ്പൊ അടുത്തവണ നിങ്ങൾ അടുത്ത ചാൻസ് എന്തായാലും ഇവളിപ്പോ റെഡി ആയിട്ട് വന്നല്ലോ. ഇപ്പൊ വിളിച്ചു മാളുവാണ് ഉറക്കിയത്. മാളുവാണ് ഇവിടെ നമ്മുടെ വീട്ടില് 3 അമ്മമാരും നമ്മുടെ വീട്ടില് 3 അമ്മമാരും 2 അപ്പന്മാരുമാണ്. അതിൽ വലിയപ്പന് കൊച്ചിനെ കിട്ടുന്നില്ല. പിന്നെ വലിയമ്മയ്ക്ക് കൊച്ചിനെ കിട്ടാണ്ടിരിക്കാൻ വഴിയാണ്. കൊച്ചിന് പാല് കൊടുക്കണം, ഇതൊക്കെ ചെയ്യണം. അവളോട് ചെയ്യട്ടെ, അപ്പൊ ആഗ്രഹിച്ചു വന്നല്ലേ, വിഷമിക്കണ്ട. അപ്പൊ ചെയ്യാം. മാളിന് സങ്കടം വന്നു. ചെല്ലല്ലേ ചെല്ലടി കൊച്ചുറങ്ങല്ലേ. ലാസ്റ്റ് ഒരാള് മാത്രം ഇതിന്റെ ഉത്തരവാദിത്തമായിട്ടുണ്ട്. അതെന്നെ ചുക്കത് ഞാൻ ഇതൊരു കാണാത്ത സംഭവമാണല്ലോ. അതിന്റെ സംഭവം ഇത് എവിടുന്ന് വാങ്ങിച്ചത്, എവിടുന്ന് കണ്ടത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതെന്താ ചെക്കിയത്? അതാദ്യം ചെക്കിയത്? എന്റെ പൊന്നെ ഒരു പരി
ചക്കിയുടെ മുഖം ഒന്ന് കാണിച്ച് അത് കഴിയുമ്പോ ചക്കി ഇങ്ങനെ നോക്കിയത് എങ്ങനെയാ ചക്കി ഭയങ്കര അല്ല അത് ചക്കിനെ കണ്ടപ്പോ ഞെട്ടിപ്പോയി. ഇനി എന്നാ ചക്കി അത് കഴിഞ്ഞിട്ട് BB ക്രീം ഇടണം. അങ്ങനെ കൊട്ടുകയൊക്കെ ചെയ്യണോ? ഇവിടുത്തെ മേക്കപ്പ് ഇടാൻ വേണ്ടിട്ടുള്ള കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആള് ചക്കിയാണ് കേട്ടോ. ചക്കി കുറച്ച് അറിയാൻ തോന്നും. ഇവര് രണ്ടുപേരും ചെയ്യും, മാളൂന്ന് അറിയാം. പക്ഷെ ഇപ്പൊ ഇതിന്റെ അകത്ത് എല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് കഴിയുമ്പോ ഉള്ള ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടല്ലോ. അയ്യ അങ്ങനെ അങ്ങനെ ഇതാക്കി വെക്കാൻ പാടില്ല. ഇത് ഇവിടെ ക്ലീൻ ആയിരിക്കണം. BB ക്രീം ഒന്നും തേക്കരുത്. അതിനിടയ്ക്ക് എടാ പ്ലീസ് അവള് ചെയ്യട്ടടാ. ഒരാള് ചെയ്യുമ്പോ ആള് തന്നെ ചെയ്യുന്ന ആളൊക്കെ എന്തായി ചക്കി ഭൂതത്തിനെ പോലെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ചക്കി പ്രൊഫഷണലി ഭയങ്കര സ്റ്റൈലായിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. സംഭവം അതല്ല, ചക്കി ടച്ച് ചെയ്യുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് അടിപൊളിയാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ കൈകൊണ്ട് ഫേസിൽ ഇത് ചെയ്തില്ലേ, സ്പ്രെഡ് ചെയ്തതില്ല, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് അവർ ഓരോരുത്തരായിട്ട് വന്ന് ഡോറ് തുറന്ന് എന്നെ കണ്ട് പേടിച്ചു പോകുമ്പോൾ ചക്കിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു കേട്ടോ. ചക്കിയുടെ കഴിവിനെ അവര് ക്വസ്റ്റ്യൻ ചെയ്യണ പോലെ തോന്നി അല്ലേ. തോറ്റു കൊടുക്കരുത് നമ്മൾ. വേണ്ടത് ഇവിടെ ഭയങ്കര ക്യാമറ ഓഫ് ചെയ്യുമ്പോ വേറെ ചിരി, ക്യാമറയുടെ മുമ്പിൽ വേറെ ചിരി. ഇങ്ങനെയോ? ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി പോവോ? ഇല്ല. എനിക്ക് പോകാൻ പറ്റിയ ചെക്കുന്നു മാസക്ക്. സെറ്റായോ? ഇച്ചിരി കട്ടി കൂടി പോയിട്ടോ. ബാക്കി നല്ലതാണോ? പുരിയും കളയാനാണോ? ഇല്ലാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടായി. നീ ഇത്ര ഉള്ളോ? വേറെ എണ്ണ ഇനിയുള്ള? വേറെ എണ്ണ ഉള്ള ഇനി? കണ്ണ് ചെയ്യാനുണ്ട്. ഓ, ഐ മേക്കപ്പ് ഇല്ലാതെ ഒരു മേക്കപ്പും പൂർത്തിയാവില്ല അല്ലേ? ചക്കി ഇതൊക്കെ എവിടുന്ന് ചക്കി പഠിച്ചതൊക്കെ? അമ്മയുടെ കയ്യിൽ തന്നെ പഠിച്ചാണല്ലേ? അല്ല, മമ്മ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ആ, മമ്മ ചെയ്യുന്ന ഒരു രണ്ടുപേരും ചെയ്യും, മാളും ചെയ്യും, ഈവൻ ജോണിക്കുട്ടിയും ചെയ്യും. പിന്നെ സമ്മതിക്കാതെ ഓടിച്ചു. എന്നാന്ന് ലാസ്റ്റ് വട്ടം ദുബായ് പോയപ്പോ ഞാൻ വലിയൊരു വെറൈറ്റാണ് സോ മമ്മ തന്നെ ഈ വട്ടം ചെയ്ത എന്തോ സെറ്റ് ആവുന്നില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഇറങ്ങി ഓടുന്നതാണോ? ഞാൻ കണ്ണാടി നോക്കുന്നതിന് മുമ്പ് ചക്കി ഇറങ്ങി ഓടി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്നും പറഞ്ഞ് ആക്ച്വലി 2 സ്റ്റെപ്പ് ഉണ്ട്. ചേട്ടൻ എന്നെ ഉപദ്രവിക്കാൻ വന്നതാണോ? താങ്ക് യു. പറഞ്ഞു പോയോ ചേട്ടാ? മേക്കപ്പ് കുറച്ച് കൂടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബ്യൂട്ടീഷ്യൻ ഈ ഇരിക്കുന്നതാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ലേ? നല്ലതായിട്ടുണ്ടോ? നമുക്ക് പോയേക്കാം. നിനക്ക് എന്നാ പ്രശ്നം? എന്റെ മുഖത്താ എന്നെ ചെയ്യണ്ടേ? എന്റെ മുഖത്ത് എന്നെ ചെയ്യേണ്ടത്? ഇതെല്ലാം ആയില്ല, ഇനി എന്നെ ചെയ്യാൻ? കുറച്ച് കുഞ്ഞിതാക്കണം. ഇനിയും കുഞ്ഞിതാക്കണോ? കട്ട വലുതോ? കട്ട വലുതോണോ ഐബ്രോസ്? ബ്യൂട്ടീഷ്യനെ നിർത്തി ഇൻസൾട്ട് ചെയ്യുന്നോ? അമ്മയെ പറിച്ചാലേ. നമ്മള് ഒരു സ്ഥലത്ത് വരെ പോവാണ്, ഒന്ന് കുളിക്കാൻ പോവാണ്. സാധാരണ ആൾക്കാർ പറയും തണുത്ത വെള്ളത്തിൽ കുളിക്കരുത് പറയും. കുളിക്കാൻ പോവാൻ ഇത്രയും ബിൽഡപ്പോ? ഒന്ന് കുളിച്ചു നോക്കിയിട്ടുണ്ട് അല്ലേ? ജോണിക്കുട്ടി ബാക്കിലല്ലേ? എന്നാ പോവാല്ലേ? യെസ്. അങ്ങനെ കറക്റ്റ് വെക്കേഷൻ തീരാറായപ്പോഴേക്കും നല്ല വെതറൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും നമ്മള് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കടലിന് മേളിൽ പോയ ദിവസം അത്യാവശ്യം നല്ലായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? റെഡിയാണോ പിള്ളേരെ? പിള്ളേരെല്ലാരും ചലഞ്ച് എടുത്തിരിക്കുകയാണ്. അവരതിൽ ഇറങ്ങൂന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് പോയിട്ട് നോക്കാം എങ്ങനെയായിരിക്കും എന്ന്. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഒന്ന് തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ തീരുന്നേ ഉള്ളൂ. സ്ട്രെസ്, ആൻസൈറ്റി. അപ്പൊ ഇനി നമ്മള് വീട്ടിൽ വഴക്ക് കൂടുവാണെങ്കിൽ നേരെ പിടിച്ചോണ്ട് വിട്ട് വെള്ളത്തിൽ രണ്ടുപേരെ ഒരേ മുക്ക്. നല്ല പ്രശ്നം തീരൂല. ഹൃദയ സംബന്ധമായ വേദന, എല്ലാത്തിനും ഒരേ ഒരു പരിഹാരം. അതെ, കുളിച്ചു തകട്ടൽ, മെറ്റബോളിസം ഇഷ്യൂസ് ഒക്കെ മാറും എന്നല്ലേ പറയുന്നേ.
അപ്പൊ അങ്ങനെ നമ്മൾ വേണ്ടേ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എക്സൈറ്റഡ് ആണോ എല്ലാരും? അപ്പൊ നമ്മൾ വിചാരിച്ച് ബേബീനെ പ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ബേബീനെ പ്രാമിലോട്ട് ഇറക്കാം. പിച്ചാൻ എടുക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ട് എല്ലാരും കൂടെ പുറത്തിറങ്ങാം. ഞാൻ ഇറങ്ങുന്നില്ല, ഇവര് ആണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഓഹോ, മൂവി സ്റ്റാർ ആണോ? ചാടി പുറത്തേക്ക് ഇറങ്ങിയോ. പ്രാമില് കിടത്താവനെ. നല്ല സണ്ണി ഡേ ആണ്. അങ്ങനെ നമ്മൾ കുളിക്കാൻ വന്നിരിക്കുന്നത് ഇവിടെയാണ് വാസ യൂണിവേഴ്സിറ്റി ഒക്കെ ഉള്ളത്. പിള്ളേർ എന്നാണേലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തില്ല, ഓടിപ്പഴിഞ്ഞ് കളിക്കുന്നുണ്ട്. ഭയങ്കര ലൗഡാവരും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്ത് എത്ര അവർ എക്സൈറ്റ്മെൻറ്റിലാണെങ്കിലും കുറച്ച് കൺട്രോൾ ചെയ്യും. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാത്ത രീതിയിലാണ് നമ്മളൊക്കെ കളിക്കേണ്ടത് അല്ലേ? നാട്ടിലൊക്കെ നമുക്ക് ഫീൽ ഫ്രീ ആയിട്ട് അലറിപ്പാഞ്ഞ് കളിക്കാം. പക്ഷെ ഇവിടെ അത്രയും നമുക്ക് പറ്റത്തില്ല. നന്നായിട്ട് ഫ്രോസണായി കിടക്കുവാണ്. നല്ല ഐസ് പാളിയാണ് ഇപ്പം മേളിൽ. പിന്നെ കറക്റ്റ് ഇറങ്ങുന്നതിൻ്റെ അവിടെ ബബിൾസ് ഉണ്ടല്ലേ? ബബിൾസ് ആക്കിയിട്ടേക്കുന്നത് കാരണം അവിടെ ഫ്രോസൺ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആളുകൾ അവിടെ കുളിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഭാഗം കാണിക്കുന്നില്ല, നമ്മൾ ഇറങ്ങുമ്പോൾ കാണിക്കാം അല്ലേ? അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ +3 ആയതുകൊണ്ട് ചെറുതായിട്ട് ചില സൈഡിലൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് മെൽറ്റ് ആയിട്ടില്ല. ഇത് ഇവിടുത്തെ കമ്മ്യൂണ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഈ റൂമിനകത്ത് ഹീറ്റിംഗ് ആയിട്ടുള്ള റൂമാണ്. അവിടെ നിന്നാണ് നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ചാടുന്നത്. സൺലൈറ്റ് അകത്തോട്ട് അടിക്കുന്നുണ്ട്. അല്ലേ? അതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ പുള്ളി നോക്കിയിരിക്കുവാണേ. ഹലോ ഹലോ, അവാന്തോ ചെയ്യുന്നുണ്ടോ? വലുതാകട്ടല്ലേ. അവാന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത് പറഞ്ഞിളക്കുന്ന തടാകത്തിലോ അല്ലെങ്കിൽ ലേക്കിലൊക്കെ കുഴി ഉണ്ടാക്കുക, ആ കുഴിക്കകത്തേക്ക് ചാടുക, കുളിക്കുക, കയറി പോരുക എന്നുള്ളതാണ്. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഇവർ പറയുന്നത്. ഐസിൽ കുഴി ഉണ്ടാക്കുന്നത്, ഐസ് പാളി മാറ്റിയിട്ട്. പിന്നെ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് പാളി മാറ്റി കഴിഞ്ഞിട്ട് ഇത് വീണ്ടും പെട്ടെന്ന് തന്നെ ഫ്രോസൺ ആകുമല്ലോ. അപ്പോൾ അന്നേരം ആകാണ്ടിരിക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് മോട്ടർ വെച്ച് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ തണുത്ത വെള്ളം തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിതിനകത്ത് ഇങ്ങനെ ചാടി കഴിയുമ്പോഴേക്കും ശാരീരിക മാനസികമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അതായത് എല്ലാ ജോയിൻറ്റ് പെയിന്, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, പിന്നെ ആൻസൈറ്റി, അങ്ങനെ പലവിധ പ്രശ്നങ്ങളും. നമ്മുടെ നാട്ടിലേക്കാണ് തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ പിറ്റേ ദിവസം പനിയും അതുപോലെ പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാനും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിക്കൊന്നും ഇതുവരെ ചാടിയിട്ടില്ല. അപ്പം നമ്മൾ ഇവിടെ പ്രായമായിട്ടുള്ളവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സമയം അറിയാവുന്നത്. പ്രായമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ചെറുപ്പക്കാരെ മൊത്തം പോകുന്നത് കേട്ടോ അതിനകത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട്. ഇത് രണ്ട് ക്യാബിനാണേ. ഒരു ക്യാബിനകത്ത് ആണുങ്ങളും ഒരു ക്യാബിനകത്ത് സ്ത്രീകളുമാണ്. നല്ല തെളിഞ്ഞ വെതർ വരുമ്പോൾ എന്നറിയില്ല, എവിടെ നിന്നറിയില്ല, പ്രത്യേക സന്തോഷമാണ്. പക്ഷേ ഈ സന്തോഷം ഞങ്ങളുടെ 4-5 ദിവസം കളഞ്ഞു അല്ലേ? നമുക്ക് നല്ല വെതറിലാണ്ടിരുന്നുണ്ട്. ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇൻ കേസ് എല്ലാവരും വെള്ളത്തിലിറങ്ങി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കെങ്കിലും കിട്ടണമല്ലോ അല്ലേ ചേക്കു? അതെ, പുറത്തിറങ്ങിയ പിള്ളേർക്ക് എവിടെ നിന്നാ എനർജി വരുന്നതെന്ന് അറിയത്തില്ല അല്ലേ? ഇതാണ് നമ്മുടെ ഇറങ്ങാനുള്ള ഒരു മടിയേ ഉള്ളൂ. അയ്യില്ലെങ്കിലും ലവ് വാസാന്നിട്ടുണ്ട്, വാസയെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് നടുക്കെല്ലാം നല്ല ഫ്രോസൺ ആയിരുന്നേ. ഇപ്പോൾ ഇവിടെ ആ ഒരു ചെറിയൊരു ഒഴുക്ക് ആ സൈഡിലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ജോണിക്കുട്ടി ആ ഏയിൽ ഇങ്ങനെ കൈ വെച്ചിരുന്നോ? അവിടെ ഇരിക്കാൻ പോവാണോ? അത് കൊള്ളാലോ, ചെയ്യാൻ നല്ല രസമുണ്ടേ. കയറിയപ്പോൾ ഉത്സാഹത്തിൽ കയറി, ഇനി ഇറങ്ങാൻ സ്റ്റക്കായെന്ന് പറഞ്ഞ, ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് സൂക്ഷിച്ച്. മാളൂന് ഹെൽപ്പ് വേണ്ട, ചാടി ഇറങ്ങി. അപ്പോൾ നമ്മൾ സ്വിമ്മിങ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ജോണിക്കുട്ടിയുടെ കയ്യിലിരിക്കുന്നത് പപ്പയുടെയും ജോണിക്കുട്ടിയുടെയും സാധനം അല്ലേ ജോണിക്കുട്ടി? ഓരോരുത്തർ വെള്ളത്തിൽ ഇറക്കുന്നുണ്ട്. മാളു എങ്ങനെ ചാടുമോ അതിനകത്തേക്ക്? ആണോ, ചക്കി ആടുവോ? ഇവിടെ സ്വിമ്മിങ്ങിന് ഇറങ്ങുമ്പം ഒറ്റയ്ക്ക് വരാൻ പാടില്ല. ഫ്രണ്ടിനെ കൂട്ടി അല്ലെങ്കിൽ പെയറായിട്ട് അങ്ങനെ ആരെങ്കിലും കൂട്ടിയിട്ട് നമ്മൾ വരാൻ പാടുള്ളൂ. കാരണം ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ആക്സിഡൻ്റലി സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഫോം ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തി ആണെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യാവുള്ളൂ. ആക്ച്വലി മെഡിസിൻ എടുക്കുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹാർട്ടിന് ഭയങ്കര സിവിയറായിട്ട് പ്രശ്നങ്ങളുള്ളവരൊന്നും അങ്ങനെ ചാടിക്കയറി തന്നെ വരരുതെന്നാണ് കേട്ടോ. പിന്നെ ഒരു സേഫ്റ്റിയുടെ പർപ്പസായിട്ട് അവർ പറയണം മാക്സിമം 8 പേരാണ് അവിടെ ഇറങ്ങാവുള്ളൂ എന്നാണ് ഒരേ സമയത്ത്. പിന്നെ അതുപോലെ തന്നെ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 9 മണി വരെയാണ് ഈ സംഭവം ഓപ്പൺ ആയിട്ടുള്ളത്. ഏരിയ നല്ല ക്ലീൻ ആയിട്ട്, അത് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ നല്ല വൃത്തിയായിട്ടും വെടിപ്പായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ഇത് ഗേൾസ് ഒക്കെ പോകുന്ന സ്ഥലം. നമ്മുടെ സാധനങ്ങൾക്കൊക്കെ നമ്മൾ തന്നെയായിരിക്കും ഉത്തരവാദികൾ. ഒന്നും മിസ്സായാലൊന്നും ഇവരൊന്നും ഏറ്റെടുക്കത്തില്ല. റെസ്പോൺസിബിലിറ്റി അതെല്ലാം നമ്മുടെ തന്നെ ആയിരിക്കും. ഇവിടെ ആരുമില്ല, ഇത് ഫ്രീ ആയിട്ട് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. ഇതുവരെ ഇവിടെ അങ്ങനെ മോഷണവും പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലേ? വല്ലപ്പോഴും വല്ല സൈക്കിൾ ആരെങ്കിലും കട്ടുകൊണ്ടുപോയാലും എടുത്തും കൊണ്ടിട്ടാലും. യൂറോപ്പിൽ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള സംഭവമാണ്. കണ്ടോ, ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയും ഭാഗം ഐസ് അവർ കട്ട് ചെയ്തിട്ടേക്കാണ് മുകളിലുള്ള ടോപ്പ്. അപ്പം ഇത് വീണ്ടും ഫ്രോസൺ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മോട്ടറിനകത്തോടെ വെള്ളം വെച്ചിട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രോസൺ ആകത്തില്ല.
എന്നിട്ട് ഇതിനകത്തേക്ക് നേരെ ആൾക്കാർ എടുത്ത് ചാടും. കണ്ടോ, ഇതിൻ്റെ അപ്പുറം എല്ലാം ഐസായി കിടക്കുവാണ്. ജോണിക്കുട്ടി എങ്ങനെ നമുക്ക് ചാടുമല്ലേ? സ്വിമ്മിങ് ഡ്രസ്സ് ഇടണ്ടേ? പയ്യെ പപ്പ ഹെൽപ്പ് ചെയ്യാം. അവിടെ നിന്നിട്ട് ഇറങ്ങിയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോ കേട്ടോ. എത്ര കറക്റ്റല്ലേ ഇവിടെ ഫിൻലൻഡിലെ പിള്ളേർ കോൾഡ് വെതറിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഉറങ്ങുമെന്ന് പറയണേ. അത് നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങുക. ജോണിക്കുട്ടി ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വാ ആണോ, ജസ്റ്റ് ഇറങ്ങി വേണം നോക്കിക്കോ. മതി, ഇങ്ങനെ തണുപ്പത്ത് വയ്ക്കുമ്പോൾ അവന് കൂടുതൽ കാലം തണുക്കും. അങ്ങനെ മാളും ചക്കിയും വന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് ഇറങ്ങും. പെട്ടെന്ന് ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്തോ. വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നവർ വെയിറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് ഉടുപ്പ് മാറ്റിക്കോ. അത് മാറ്റിക്കോ. ഇവിടെ നിൽക്കുന്നവരെ നിങ്ങൾക്ക് സമയം മിസ്സാവുള്ളൂ, നിങ്ങൾക്ക് സോക്സ് ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ കയറിയിരിക്കുക. മാള് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. അധികം നേരം നിൽക്കാൻ പാടില്ല, വേഗം മുങ്ങിപ്പൊങ്ങ. ജസ്റ്റ് നോക്ക്. ആദ്യത്തെ ശ്രമം ജസ്റ്റ് ഇവിടെ വന്നിട്ട് പിള്ളേർ തിരിച്ചു കയറിപ്പോയി. അവർക്ക് അത്രയും പറ്റുന്നില്ല. എനിക്ക് കണ്ടിട്ട് ഇറങ്ങാനൊരു കൊതിയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ഇപ്പം എന്തായാലും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ജയം വന്ന് ഇറങ്ങി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആവുമല്ലോ. പക്ഷേ ഇത് ചൂടുവെള്ളമല്ല കേട്ടോ, തണുത്തോളം തന്നെയാണെങ്കിലും ബബിൾ വന്നുകൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ. ഇതിൽ പപ്പയ്ക്ക് ഇറങ്ങാൻ മടി, നല്ല ഐസ് വെള്ളം. പിള്ളേരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് പിള്ളേർ പപ്പ ഇറങ്ങി കണ്ടാലേ പിള്ളേർ ഇറങ്ങത്തുള്ളൂ. ഇതിനകത്ത് ഇറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് പ്രത്യേക ചൂടാണ്. പക്ഷേ ഇറങ്ങാൻ പോവാം. പയ്യെ നാട്ടിൽ കൊടുത്താൽ മതി മോനെ. ഒരു നിർബന്ധമല്ല, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ വേണമെന്ന് ഇറങ്ങണമെന്ന്. ഇറങ്ങണ്ടായിരുന്നു, പിന്നെ എന്തിനാ പോന്നേ? അയ്യോടാ, അതുകൊണ്ടാണോ? അത് മോനകത്ത് ചൂടുള്ള മുറി കയറിയിരുന്നോ? ഇറങ്ങണമെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി, ഇറങ്ങണ്ട. ചേച്ചി നിങ്ങൾക്ക് ഇറങ്ങണമായിരുന്നോ? ഓ മുങ്ങണം തന്നെ മുങ്ങണ്ട. പപ്പ ഇറങ്ങി വരട്ടെ, ഇറങ്ങി വന്നിട്ട്. തണുക്കുന്നുണ്ട്. കാല് മുക്കിയിട്ട് വാള് ഓടി. പെട്ടെന്ന് അത് ഊര്. കാറ്റ് വീശുന്നുണ്ട്, അതുകൊണ്ടാ. ഇത്ര നേരം കാറ്റ് വീശുന്നില്ലായിരുന്നു, ഇപ്പൊ കാറ്റ് വീശാൻ തുടങ്ങി അല്ലേ? പക്ഷേ ഇറങ്ങുമ്പോൾ ഒരു തണുപ്പുള്ളൂ, നല്ല സുഖമായി. ശരീരത്തിൽ നല്ല ചൂടാണ്. അടിപൊളി. അത് എന്നുവെച്ചാൽ ആക്ച്വലി നമ്മുടെ ബോഡിക്ക് ഒരു ഷോക്ക് കിട്ടുകയെന്നാണ് പറയുന്നത്. ഈ ഭയങ്കര ഐസ് കോൾഡ് വാട്ടറിലോട്ടേക്ക് നല്ല വാമായിട്ടങ്ങ് ഇറങ്ങി കയറി കഴിയുമ്പോഴേക്കും ഭയങ്കര ഒരു ഷോക്കായി കഴിയുമ്പം നമ്മുടെ ഫുൾ, അതായത് സർക്കുലേഷൻ മുഴുവൻ ഇതാവുക ചെയ്യുന്നത്, ഫാസ്റ്റ് ആവുന്നു. അതൊക്കെയാണ് ഇതിന് ഗുണം ചെയ്യുന്നത്. ഈവൻ മെറ്റബോളിസം ആക്ടിവേറ്റ് ചെയ്യുന്ന പറയുന്നത്, അതായത് നമ്മുടെ ബ്രൗൺ ഫാറ്റ് ഉണ്ടല്ലോ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു ഈ തണുത്ത വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ. ചൂടാണ്. അങ്ങനെ അത് ഭയങ്കര നല്ല ഹെൽത്തിന് ഭയങ്കര നല്ലതാന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തായിരുന്നു. ഇവിടെ ഇരിക്കടി. മാള് ഹാഫ് ഷോക്ക് പോയി നടന്നു പോകുന്നത് പെട്ടെന്ന് മുങ്ങിട്ട് കയറി പോകുന്ന ഒരു പ്രാവശ്യം മുങ്ങി കഴിഞ്ഞാൽ വീണ്ടും പോകും. കാറ്റ് വീശാൻ തുടങ്ങി, അതുകൊണ്ടാ. ഇഷ്ടമുണ്ടെങ്കിൽ മതിയിട്ട് ചക്കി, ഒരു നിർബന്ധവും ഇല്ല. ചക്കി എന്നാ ചെയ്യണേ? കാല് അങ്ങനെ ചെയ്യുന്ന കാര്യമില്ല. ഉള്ളിൽ പോയിട്ട് പോസിരുന്നാൽ മതി. കാല് മാത്രം തണുത്ത് ജീവനം കൊണ്ട് ഓടി അകത്ത് കയറി. ജോണിക്കുട്ടി വേണ്ടേ പുലിയായിട്ട് ഇറങ്ങുവാന്നാണ് പറയുന്നത്. പെൺപിള്ളേര് തോറ്റുപോയടുത്ത് ജോണിക്കുട്ടി വേണ്ട ഇറങ്ങുന്നു. അവൻ തന്നെ ഇറങ്ങുമ്പോ കൈ പിടിച്ചാൽ പിടിക്കണ്ട. പപ്പേനെ വിശ്വാസമല്ല, അതുകൊണ്ട് ബാക്കിലോട്ട് വിട്ടു. ദൂരെ പോകുന്നല്ല, അങ്ങനെ നമുക്ക് കണ്ണിൽ ചിറക്കി വിടാൻ പറ്റത്തില്ല. ജസ്റ്റ് മുങ്ങി ഇരിക്ക. പെൺപിള്ളേരെ തോപ്പിച്ച് അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റില്ല. ഫീൽ ചെയ്ത നല്ല തണുപ്പോ. ഇരിക്കണം, പെട്ടെന്ന് ഇരിക്കണം. പിള്ളേര് ജീവനം കൊണ്ട് ഓടി കേട്ടോ. കുറച്ച് കഴിയുമ്പോ ഇറങ്ങുവോ? ഇച്ചിരി കൂടി ചൂടായിട്ട് ഇറങ്ങുന്ന്. വിരല് മുക്കാനല്ലേ ഇത്. ഈ വരവ് ഗുണമായത് പപ്പയ്ക്ക് മാത്രം. പിള്ളേര് ചുമ്മാ വിരല് മുക്കിയിട്ട് ഓടുക. ഞാൻ ഇറങ്ങിയാനായിട്ടോ, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. ഓക്കെ, 1 2 3 ഗോ. പൊട്ടിക്കല്ലേ? അതെ, പൊട്ടിക്കല്ലേന്ന് പറയുമ്പോ എനിക്ക് ടൈസ് ചെറിയുന്നു. എങ്ങനെയുണ്ട്? തീക്കകത്തിട്ട് നമ്മൾ പൊള്ളിക്കുന്ന പോലെ. ആ അടിപൊളി മാള്, ഓടിക്കറ. അതായത്
അങ്ങ് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ശരീരം നന്നായിട്ട് പൊള്ളുന്ന പോലെ ഫീൽ ചെയ്യും, തണുപ്പ് കൊണ്ട് പൊള്ളുന്ന പോലെ തോന്നും. പക്ഷെ അത് കഴിഞ്ഞിട്ട് കയറി അങ്ങ് വന്നു കഴിഞ്ഞിട്ട് ഇറങ്ങി പോരുമ്പോൾ ഒരു സുഖമുണ്ട് മോനെ. അടിപൊളിയല്ലേ? സ്വിമ്മിങ് സൂട്ട് ഉണ്ട്, ഞാനൊന്ന് ഇറങ്ങിയാലോ? പക്ഷെ എനിക്ക് പേടിയാ, മറ്റേ പാൽ കൊടുക്കുന്നോണ്ടൊരു ടെൻഷൻ. എടാ തോർത്ത് നനയ്ക്കില്ലേടാ, തോർത്ത് പപ്പയുടെ കൊടുക്ക. ഇരിക്കേ, ഇരുന്ന് എഴുന്നേക്ക. ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണല്ലോ ഇപ്പൊ ചേട്ടത്തി അനിയത്തി മത്സരിച്ചാട്ടോ. എൻ്റെ ഫോൻ്റെ എനിക്ക് വയ്യ. പക്ഷെ സൂക്ഷിച്ചേട്ടോ. ഓഹോ, ഇരിക്കില്ല അധികം നേരം, ജസ്റ്റ് മുങ്ങി പൊങ്ങിയിട്ട് ഓടണം. ഓ, മാളിലേക്ക് പ്രോ. ഓ മൈ ഗോഡ്. കുഞ്ഞിക്കുട്ടപ്പായി നല്ല ഉറക്കമാണ് നേരം കൊണ്ട്. തൊപ്പി കണ്ണിൻ്റെ അവിടെ മൂടിയിരിക്കുന്നതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇവിടെ കുറേ ആളുകൾ ഇറങ്ങാൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഉച്ച കഴിയുന്നവരും ഇത് കൂടിക്കൂടി വരും, തിരക്ക് കൂടിക്കൂടി വരും. ഇവിടുത്തെ ഫിൻലൻഡിലെ ആൾക്കാരാണ്. എത്ര കൂളായിട്ട് അവരാ വെള്ളത്തിൽ കിടക്കണേ നോക്കിക്കേ. ഡു യു ഫീൽ കോൾഡ്? ഡു യു ഫീൽ കോൾഡ്? A bit warm actually. It's much warmer than last time. Oh my god. ഇവര് പറയുന്നത് വാമറാണ് പറയുന്നത്. ഇത് എല്ലാ വർഷം every year you do this, right? Every week. Oh my god. നമ്മളെ പോലെ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. ഭയങ്കര കൂളായിട്ട് വരുന്നു, നേരെ ചാടുന്നു, ഒന്ന് നീന്തുന്നു, തിരിച്ചവരാ ഇതിൻ്റെ റൂമിലോട്ട് കയറിപ്പോകുന്നു. കഴുത്തുവരെ മുക്കാക്കി മുങ്ങിക്കുക, എന്നിട്ട് പെട്ടെന്ന് മുങ്ങി പൊങ്ങിയാൽ മതി. കഴുത്തുവരെ 2 സ്റ്റെപ്പ് താഴേക്ക് പെട്ടെന്ന് ഇറങ്ങുക. 2, 3 കൈ താഴെ വെക്കുക, എന്നിട്ട് മുങ്ങുക, കഴുത്തങ്ങ് മുക്കുക. ദാറ്റ്സ് ഇറ്റ്. വാവ്, ഫൈനലി ചക്കിയും പേര് നനച്ചു. ഇച്ചാൻ നിങ്ങൾ അകത്ത് കയറിയപ്പോഴേക്കും 2 ഇവിടുത്തെ ബോയ്സ് വന്നിട്ടുണ്ടായിരുന്നേ വെള്ളത്തിലിറങ്ങാൻ. അപ്പോൾ ഞാൻ ഇച്ചിരി ക്ലിപ്പ് എടുത്തോട്ടെ എന്ന്. അവർ ഓഫ് കോഴ്സ് വൈ നോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അപ്പം അവരെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ആണെങ്കിൽ ഞാൻ ചോദിച്ചു നിങ്ങൾ എല്ലാ വർഷവും ഇത് ചെയ്യുമെന്ന് ചോദിച്ചു. എല്ലാ വർഷമോ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ചെയ്യണമെന്ന്. അത് വന്ന് കൂളായിട്ട് എൻ്റെ മുങ്ങി. വേറൊരു പുള്ളി വന്നിട്ട് എണ്ണി, അതായത് ഇങ്ങനെ ബ്രീത്ത് എടുക്കല്ലേ, അങ്ങനെ ഊതി ബ്രീത്ത് എടുത്തിട്ട് ഒരു 10-15 പ്രാവശ്യം കണ്ട് അത് 2 പുള്ളി അകത്ത് കയറിപ്പോയി. 15 സെക്കൻഡ് എന്നുള്ള രീതിയിൽ. മറ്റവർ ഒരു 30 വരെയൊക്കെ നിന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവരും കയറി അകത്തോട്ട് കയറിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ. എൻ്റെ പൊന്നെ മതി എന്ന് പറഞ്ഞ് ചക്കി ജീവനം കൊണ്ട് ഓടി. ഇപ്പം നമ്മൾ സമ്മറിലൊക്കെ വെള്ളത്തിൽ കിടന്ന് നീന്തി എൻജോയ് ചെയ്യുന്ന പോലത്തെ സംഭവമല്ല, ഇതൊരു മരുന്നെടുക്കുന്ന പോലെ. ഓടി വന്ന് മുങ്ങി പൊങ്ങി കയറിപ്പോയി അല്ലേ? ഷോക്ക് കൊടുക്കുക. ബോഡിക്ക് ഷോക്ക് കൊടുത്തിട്ട് കയറി പോകുന്നു. ഇന്നലെ വൈകിട്ട് വന്നപ്പോഴേക്കും ഒത്തിരി ആൾക്കാരായിരുന്നു. അതെ, തല നനയ്ക്കില്ല കേട്ടോ. തല ഇവര് ചിലവര് ക്യാപ്പ് വയ്ക്കും, ചിലവര് empty ആയിട്ട് അങ്ങനെ ഇത് ചെയ്യും അല്ലേ? ആണോ? തലത്തോളത്തിൽ തല ആരും മുക്കില്ല. മമ്മ കണ്ടിട്ടില്ല തല മുക്കുന്ന. എന്നാ ഇതിനകത്ത് പോയി മുങ്ങിയിട്ടുണ്ടോ? ഇനി ഏതെങ്കിലും ഫ്രണ്ട്സ് പോകുമ്പോൾ അവരോട് പറഞ്ഞ് ഒരുമിച്ച് കൂടത്തി പോരാ. എന്നിട്ട് അവരുടെ കൂട്ടത്തിലാകുമ്പോൾ ജോണിക്കുട്ടിക്കും ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ആയാലും മുങ്ങാൻ അല്ലേ? ജലദോഷമൊക്കെ പിടിച്ചിരിക്കുക ജോണിക്കുട്ടിക്ക്. മുങ്ങി പൊങ്ങിയായിരുന്നെങ്കിൽ സെറ്റപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തില്ല. സൗന ചെയ്താൽ പെട്ടെന്ന് മാറും കേട്ടോ. നമുക്ക് വീട്ടിൽ പോയിട്ട് ആവി പിടിക്കാം. ഹാർട്ട് ഡിസീസ് ഉള്ളവർ അങ്ങനെയുള്ളവരൊക്കെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാതെ വന്ന് ചാടാൻ പാടില്ല കേട്ടോ. ഹെൽത്ത് എഫക്റ്റ് ആണ്. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എല്ലാ വർഷവും
സീസൺ അനുസരിച്ച് ഇവർ എപ്പോഴും ചെയ്യുന്നത്. അതുപോലെ ഭയങ്കര സ്ട്രെസ് ഉള്ളവരുണ്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് മാനസിക പിരിമുറുക്കമൊക്കെ ഉള്ളവർക്ക് ഭയങ്കര റിലീഫാണ് കിട്ടുന്നത് ഇതിൽ മുങ്ങിപ്പൊങ്ങുമ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നത് എന്നെ പഠിപ്പിച്ച സാറിന്റെ കൂട്ടത്തിലാണേ. അതിന്റെ ക്ലിപ്പ് ഉണ്ട് വെച്ചാൽ ഇതിൽ ആഡ് ചെയ്യാൻ ആ സാറ് എക്സ്പ്ലെയിൻ ചെയ്ത് ഷോർട്സ് ഇട്ടായിരുന്നു. സെയിം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഭയങ്കര ആൻസൈറ്റിയും സ്ട്രെസ് ഒക്കെയാണ്. അപ്പോൾ അന്നേരം പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും വരും. എല്ലാ ആഴ്ചയിലും വന്നിട്ട് ഇവിടെ നല്ല കുറവുണ്ടല്ലേ. നല്ല ഉറക്കമാ കൊച്ചു, നല്ല ഉറക്കമാ. അപ്പോൾ നല്ലൊരു ഷോക്കൊക്കെ ഇട്ട് നമ്മൾ അങ്ങനെ തിരിച്ചു വരുവാണ്. ഇവർക്ക് എല്ലാവർക്കും കിട്ടി, എനിക്ക് എസ്കുട്ടറിനും ഇല്ല. ജോണിക്കുട്ടിക്ക് ഒരു ഹാഫ് കുഞ്ഞു ഷോക്ക്. ഇത് സാധാരണ ബോയ്സ് ഒക്കെ വന്ന് കഴിയുമ്പോൾ കയറുന്ന റൂമാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ക്യാബിൻ. അതന്നെ. ഇത് ജാക്കറ്റ് ഇടാനുള്ള സ്പേസ്. ഇത് 24-ാം തീയതി മുതലാണ് എഴുതി വെച്ചേക്കുന്നത്. 24-ാം തീയതി മുതൽ ഇന്നിപ്പോൾ 28-ാം തീയതിയാണ്. നോക്കി എത്ര പേരെ വന്നിട്ട് പോയേക്കണേ നോക്കി. ഇതുപോലെ ചെറിയൊരു റൂമാണ്, ഹീറ്റഡ് ആയിട്ടുള്ള റൂമാണ്. അവൻ അടിപൊളിയായിട്ട് ഉറങ്ങുന്നുണ്ട്. ഒരു ഭയങ്കര ഫീലല്ലേ, തണുപ്പാണെങ്കിലും സൺലൈറ്റും ഉണ്ട്. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഫീലാട്ടോ. അതായത് ഇപ്പോൾ +2 വേത്തറേ. അതെ, ഇന്നിപ്പോൾ രാത്രി തൊട്ട് കുറച്ച് ദിവസത്തേക്ക് വീണ്ടും നല്ല മൈനസാണ്. ഏതായാലും കുഞ്ഞാപ്പ് നല്ല ഉറക്കമായിട്ടുണ്ട്. നമുക്ക് കയറി പോകാം അല്ലേ. പെൺപിള്ളേർ ഇറങ്ങിയില്ലല്ലോ, അവരിറങ്ങുമ്പോൾ ഞാൻ ഇവിടെ കയറി നിൽക്കാം കേട്ടോ. എനിക്ക് പറ്റുമെന്നേ, ഞാൻ ബിഗ് ബ്രദർ ആയെന്ന്. അവന് തള്ളാൻ കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചിരി കഴിയിട്ട് മേളിൽ ചെന്നിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ പറയാം എനിക്ക് പറ്റുമെന്നേ, ഞാൻ ബിഗ് ബ്രദർ ആയെന്ന്. നമ്മൾ കടലിന് മുകളിലൂടെ കാർ ഓടിച്ച് പോയ വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചു ഇത് കടലാണോ ലേക്കാണോ, പിന്നെ 4 സൈഡും കര കാണുന്നത് അത് എന്ത് ടൈപ്പ് കടലാണ്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ വേവ്സ് ഉള്ളപ്പം അതെങ്ങനെ ഐസായിട്ട് കിടക്കുന്നത്, ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഉത്തരം ഉണ്ടോ പറയാൻ? ചുക്ക് പറഞ്ഞോളൂ, ഞാൻ തണുത്തിരിക്കുമല്ലേ. അത് കാണിച്ചു വെച്ചാൽ ഞാൻ തണുത്ത് കുറച്ചിരിക്കണമെന്ന് കാണിക്കട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല വാമായിട്ടുള്ള ജാക്കറ്റ് അല്ല ഇട്ടേ, അത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കിടുകിടാ വരച്ചത് സംസാരിക്കാൻ പറ്റില്ല, ചുണ്ടൊക്കെ തന്നെ വരച്ചിരിപ്പുണ്ട്. ഈ കാണുന്നത് കടലാട്ടോ, കടലിൻ്റെ കയറി കിടക്കുന്ന സൈഡാണ് ഈ കാണുന്നത്. ബാൾട്ടിക് സീ ആണ്. ബാൾട്ടിക് സീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേവ്സ് കുറവാണ്, പിന്നെ ഉപ്പിൻ്റെ സാന്ദ്രത കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഐസാവും. മേളിൽ ഇത്ര സെൻറ്റിമീറ്റർ കനത്തിൽ ഏരിയ ഫുള്ള് ഇങ്ങനെ ഐസാവും. പിള്ളേരെത്തിയല്ലോ. നല്ലതായിരുന്നു, ഭയങ്കര തണുപ്പാണ്. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് ഓടി വരുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര വേദന എടുക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഡ്രസ്സ് ഇട്ടിരുന്നപ്പോഴേക്കും പുതിയ ആൾക്കാരെ വന്നിട്ട് അവരാണെങ്കിൽ സോക്സ് ഇട്ടോണ്ടാ ചെന്നത്, പ്രൊഫഷണൽ ഷൂസും പറ്റിയിട്ട്. സോക്സ് ഇട്ട്, അതായത് ഈ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ പോകുമ്പോൾ ഇടുന്ന തെന്നിപ്പോകാത്ത മറ്റേ ഗ്രിപ്പുള്ള സോക്സ് ഇല്ലേ, അങ്ങനത്തെ ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. തെന്നി വീഴാതെ ഗ്രിപ്പുള്ള സോക്സ്, പിന്നെ തൊപ്പിയും വെക്കും. അന്നേരപ്പം മാനേജ് ചെയ്യാൻ പറ്റും. ചക്കി എങ്ങനെ ഉണ്ടായിരുന്നു ചക്കി? നല്ലതാ. കാല് തണുപ്പില്ലേ? അതായത് നമ്മുടെ ശരീരത്തിൽ ചൂടുവെള്ളം ഒഴിക്കുന്ന പോലെ തന്നെ ഫീൽ അല്ലേ നമുക്ക് പൊള്ളുന്ന പോലെ. ചെറിയ തണുപ്പ് മാത്രം ഫീൽ ചെയ്തിട്ടുള്ളവർക്ക് ആ വേദന ചിലപ്പോൾ അറിയണം എന്നില്ല. കാരണം ചൂട് കൊണ്ട് പൊള്ളുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ തണുത്താലും നമുക്ക് പൊള്ളും. പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തൊരു വാസ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇവിടുത്തെ ഒത്തിരി മലയാളി സ്റ്റുഡൻസ്, അതുപോലെ ഫോറിനേഴ്സ് ഒത്തിരി പേര് വരുന്നതാണ്. കുട്ടി അവൻ്റെ സീറ്റേ കയറി. ഓക്കെ, നല്ല ഉറക്കമാണേ. പക്ഷെ നമ്മൾ കാർ സീറ്റേ കയറ്റി വെക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ ഇതിങ്ങനെ 360 നമ്മുടെ നേർക്ക് തന്നെ ഇങ്ങനെ തിരിച്ചു വെച്ചേക്കുന്നത് കൊണ്ട് വെക്കാൻ എളുപ്പമുണ്ട്. ഇല്ലേ ചായ? എളുപ്പമുണ്ട്, ഭയങ്കര എളുപ്പമാണ്. മറ്റേ ടൈപ്പാണെങ്കിൽ നമ്മൾ നടുവ് കുനിഞ്ഞ് അതെ പാടുവിടും. നല്ല ഉറക്കമാണ് ആശാൻ. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ സാധന സാമഗ്രികളൊക്കെ ഇതിൽ കയറ്റി വെച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇത് സീറ്റ് ബെൽറ്റിൻ്റെ ആവശ്യമില്ല ഇസോഫിക്സിനകത്തെ. സീറ്റ് ബെൽറ്റിൻ്റെ പോലും ആവശ്യമില്ല. ഈ സംഭവം ഇങ്ങനെ അങ്ങ് തിരിച്ച് വെച്ചാൽ മതി. അവനെ സീറ്റിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ സൈഡിൽ കയറ്റി പ്ലേസ് ചെയ്യുവാണ്. പരിപാടി നമുക്ക് ഇവിടുത്തെ വാസ യൂണിവേഴ്സിറ്റി വരെ പോവാം. എന്ത് രസമല്ലേ, മരത്തിലൊന്നും ഒരു ഇല പോലും ഇല്ലെങ്കിലും ആകാശത്തിന് നല്ല ക്ലിയർ കളറും സൺലൈറ്റൊക്കെ വരുമ്പോഴേക്കും എന്ത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. പോരാൻ നേരത്ത് അത്യാവശ്യം ഫുഡൊക്കെ അടിച്ചിട്ടായിരുന്നു പോകുന്നത്. പക്ഷെ പിള്ളേർക്ക് നല്ലതായിട്ട് വിശക്കാൻ തുടങ്ങുവന്ന്. തണുപ്പായി കഴിഞ്ഞപ്പോഴേ ഇനിയിപ്പോൾ വീട്ടിൽ പോകണ്ടെന്നൊക്കെയാണ് പറയണേ. ഇപ്പോൾ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറയുന്നു. യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലോട്ടേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വാസ യൂണിവേഴ്സിറ്റി. ഈ കാണുന്ന നമ്മൾ അവാന്തോയുടെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പം, അതായത് ശാരീരിക വേദനയും പ്രശ്നങ്ങളൊക്കെ മാറും, അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് തണുപ്പത്ത് നമ്മുടെ ബോഡി വാമായിട്ടിരിക്കണം എന്നുള്ളത്. സോക്സും ഗ്ലൗസും ഒക്കെ യൂസ് ചെയ്ത് തന്നെ വേണം നമ്മൾ നടക്കാൻ. ആ പ്രൊസീജിയർ ചെയ്യുമ്പോഴാണ് ജസ്റ്റ് ബോഡിക്കൊരു ഷോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ തണുപ്പിന് നമ്മൾ ഇറങ്ങുന്നതിന് കുഴപ്പമില്ലെന്നാട്ടോ നമ്മൾ മീൻ ചെയ്തത്. പക്ഷേ അതിൻ്റെ അർത്ഥം തണുപ്പത്തോടെ ഗ്ലൗസും തൊപ്പിയൊക്കെ ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അസുഖങ്ങൾ വരും. ഇവിടെ തണുപ്പ് രാശി ആയതുകൊണ്ട് നല്ല ബോഡിയെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ വേണം നടക്കാൻ.
പക്ഷേ ആ തെറാപ്പി എടുക്കുമ്പം അങ്ങനെ വേണം ചെയ്യാൻ. അത് ബോഡിക്ക് ഒരു ഷോക്ക് കൊടുക്കുന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് വാസ യൂണിവേഴ്സിറ്റിയുടെ സൈഡിലാണ്. ക്യാമ്പസിൽ ഈ വാസ യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന സ്ഥലം ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമുള്ളൂ ഈ വാസ യൂണിവേഴ്സിറ്റിയിലേക്ക്. ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ, മാസ്റ്റേഴ്സ് ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്, പാർട്ട് ടൈം കിട്ടാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി വരെ കിട്ടാൻ പാടാണ്. കഴിഞ്ഞ ബാച്ചിൽ 12 മലയാളീസോളം വന്നിട്ടുണ്ട്, അവർക്ക് പോലും ഇതുവരെ പാർട്ട് ടൈം ജോലി കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇപ്പോൾ അടുത്ത വർഷം പിന്നെയും ആളുകൾ വരുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വരും. നമ്മുടെ പഠിക്കാൻ നമ്മുടെ ഫണ്ടൊക്കെ ഉണ്ടെന്നെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് വന്ന് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടിയാൽ ഭാഗ്യം പോലെ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ പലരും വന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫാമിലിയായിട്ട് വരാനൊക്കെ പറ്റും, അതൊക്കെ ഉള്ളത് തന്നെയാണ്. പല സ്റ്റഡി അബ്രോഡ് ഏജൻസികളും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വരാൻ പറ്റും, ഏജ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് എത്തിപ്പെട്ട് കഴിയുമ്പോഴേക്കും കുറേയധികം സ്ട്രഗിൾ ചെയ്യുന്ന കുറേ പേരുണ്ട്. കാരണം ഒത്തിരി കടമൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വരിക. പാർട്ട് ടൈം ജോലി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെ പാടാണ്. ഫിൻലൻഡ് മൊത്തത്തിൽ പാടാണ്. പ്രത്യേകിച്ച് ഈ വാസ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഒരു 55,000 പേരൊക്കെ മാത്രമാണ് താമസിക്കുന്നത്. ചില സമയത്ത് നമുക്ക് ലാംഗ്വേജ് ആവശ്യമില്ലാത്ത ജോലിക്കാണെങ്കിൽ പോലും ഇവർ ചോദിക്കും, ലാംഗ്വേജ് ചോദിക്കും. പിന്നെ ഇവിടുത്തുകാർക്കാണ് കൂടുതലും ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളത്. ഇവിടുത്തെ അപ്പം നാട്ടിൽ നല്ല ജോലിയൊക്കെ കളഞ്ഞ് മാസ്റ്റേഴ്സൊക്കെ ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്ന ഫാമിലിയായിട്ട് വരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നും കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വരുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. യങ്സ്റ്റേഴ്സ്, അതായത് പ്രായം ജസ്റ്റ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അങ്ങനെ വരുന്നവരെ സംബന്ധിച്ച് അവർക്കൊരു നഷ്ടമല്ല. കാരണം ഇവിടെ ഒന്നും പഠിച്ച് ലാംഗ്വേജും പഠിച്ച് അവർക്ക് സെർച്ച് ചെയ്ത് എപ്പോഴേലൊക്കെ ജോലി കിട്ടിയാൽ മതി. പക്ഷെ ഫാമിലി ആയിട്ടുള്ളവർ മക്കളെയൊക്കെ കൂട്ടിങ്ങോട്ട് വന്ന് എന്നത്തെ കാലത്ത് സെറ്റിൽ ആവാൻ നമ്മൾ നെഗറ്റീവ് പറയുന്നൊന്നും അല്ല കേട്ടോ, ഇത് റിയാലിറ്റിയാണ്. അതിവിടെ വന്നു കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ പലർക്കും അത് മനസ്സിലാകത്തുള്ളൂ. അപ്പം വിഷമിച്ചിട്ട് കാര്യമില്ല. അത് മിക്കവരും പറയുകയും ചെയ്യും, നമ്മളിവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നവരുടെ ഹാപ്പിനെസ്സും ഇതൊക്കെ കാണുമ്പോഴേക്കും അങ്ങനെ ഒരുപാട് പേര് അത് പറഞ്ഞു, നിങ്ങളുടെ വീഡിയോ കണ്ടു വന്നതെന്നൊക്കെ. പക്ഷെ നമ്മൾ ഈ റിയാലിറ്റിയും പറയുന്നുണ്ട്, അതാരും കാണുന്നില്ല. അതായത് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 പേർക്ക്, ഹസ്ബൻഡും വൈഫ് 2 പേർക്കും ജോലി ഉണ്ടെങ്കിലാണ് ജീവിച്ചു പോകാൻ പറ്റുന്നുള്ളൂ. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഏജൻസിക്കാർ പോലും ഇവിടെ വന്നിട്ടില്ല, അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അവരൊരു ഇത് വെച്ചിട്ടങ്ങ് പറയണം, ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രിയൊക്കെ പോലെ ആയിരിക്കും എന്ന് വിചാരിച്ച് പറയണതാണ്. ഒരു ഏജൻസിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈവൻ ഇപ്പം നമ്മുടെ വേണ്ടപ്പെട്ട റിലേറ്റീവ്സ് പോലും ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു പാർട്ട് ടൈം ജോലി റെഡിയാക്കി കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അവരോട് തന്നെ ട്രൈ ചെയ്യണം. അതായത് ഓരോരുത്തരും 2 വർഷമായിട്ട് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഇന്റർവ്യൂവിന് പോലും വിളിക്കാത്ത ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. കുറേ പേര് ഇവിടെയാണെങ്കിൽ വന്ന് കുറേ നാൾ പഠിച്ചതിന് ശേഷം ഗ്രാജുവേഷൻ കഴിഞ്ഞു, അതിനുശേഷം ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടാഞ്ഞിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോയവരുണ്ട്. ചിലർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയ ആൾക്കാർ വരെയുണ്ട്. ഇതൊക്കെയാണ് സത്യം. പുറമേ കാണുന്ന പോലെ സന്തോഷം മാത്രമൊന്നുമല്ല, ഇവിടെ സ്ട്രഗിൾ ചെയ്യണമെങ്കിൽ കുറേയധികം പാടുണ്ട്. പഠിക്കാൻ വരാൻ അടിപൊളിയാ അല്ലേ? പഠിക്കാൻ വരാൻ പൈസ ഉള്ളവരെ സംബന്ധിച്ച് വറി ആവേണ്ട ആവശ്യമില്ല. ചെലവിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറി പോരുക. പഠിക്കാൻ നല്ല രാജ്യമാണ്, പക്ഷെ അത് കഴിഞ്ഞ് ജോലി കിട്ടാനാണ് പാട്. നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുന്ന പൈസ നമ്മൾ അത് സ്പെൻഡ് ചെയ്യാൻ ഇവിടെയാണെങ്കിൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഭാഗ്യം പോലെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് മാത്രം. നമ്മൾ വിചാരിച്ച് ഇങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കൂടെ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ എന്തായാലും ഷോർട്സിലൂടെ ചെയ്യുന്നുണ്ട്. വലിയ വീഡിയോ കാണുന്നവരും അല്ലേ അത് ഷെയർ ചെയ്യുവാണെങ്കിൽ കുറെ പേരൊക്കെ പറഞ്ഞും കേട്ടും അറിയാലോ. ഒരിക്കലും ആരുടെയും വീഡിയോ കണ്ടിട്ട് മാത്രം എന്ത് ചെയ്യരുത്, പലയിടത്ത് അന്വേഷിക്കുക. അല്ല, നമ്മളൊന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. അതായത് 15 സെക്കൻഡിന്റെ ഒരു ഷോർട്സ് റീൽസ് എന്നൊക്കെ പറയുമ്പോഴേക്കും അത് കണ്ട് വിലയിരുത്താൻ നമുക്ക് പാടുണ്ടോ? ശരിക്കും അല്ലേ? പിന്നെ ഫുൾ വീഡിയോ നമ്മൾ അതായത് വോയിസ് ഓവർ കൊടുക്കാത്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ പിടികിട്ടും. അതായത് ലൈവായിട്ട് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ നല്ല സാലറി ജോലി ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ പെട്ടെന്ന് ഈ ഫിൻലൻഡിലെ കുറച്ച് പേരുടെ വീഡിയോസൊക്കെ, ഈവൻ നമ്മുടെയൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് അതെല്ലാം ഉപേക്ഷിച്ച് പെട്ടെന്ന് ഫിൻലൻഡിലേക്ക് വന്ന് വരുന്ന ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് അവർ ജീവിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവർ നമ്മുടെ അടുത്ത് മെസ്സേജ് പറയും, എൻ്റെ പൊന്നു ബ്രോ നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് ഞങ്ങളിവിടെ വന്ന് പെട്ടുപോയെന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പറയുന്നുണ്ട്, റിയാലിറ്റി പറയുന്നുണ്ട്, അത് ആളുകളിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നൊരു കുഴപ്പമുള്ളൂ. വർഷങ്ങൾ എടുത്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇറങ്ങി നടക്കാനും മറ്റേ ജോലി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു നമ്മൾ. ഇപ്പോഴല്ലേ ഒന്ന് ഒരു കൂടിപ്പോയി ഒരു 2-3 വർഷമായുള്ളൂ നമ്മളിങ്ങനെ ഒരു കുറച്ച് കൂടുതൽ ടൈം നമുക്കായിട്ട് സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതായത് നമ്മൾ വന്നിട്ട് പിന്നെ അന്നത്തെ വരുന്ന സമയത്തെ പോലെ വന്നിട്ട് ഞങ്ങൾ തന്നെ വന്നിട്ട് 15 വർഷത്തോളമായില്ലേ. കഴിഞ്ഞു. അന്ന് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നമ്മൾ കുറേ ഇത് ചെയ്തപ്പോഴേക്ക് സാധിച്ചു. ഇപ്പം വരുന്നവർക്ക് പെട്ടെന്ന് സാധിക്കുന്നില്ല, കാരണം ജോലി സാധ്യതകൾ കുറവുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും അറിയാലോ, തണുപ്പ്, ഇരുട്ട് ഇതെല്ലാമാണ്. ശരിക്കും മറ്റുള്ള യൂറോപ്പല്ല, ഗൾഫിലെ ഏഷ്യൻ താമസിച്ചേക്കുന്ന ആൾക്കാർ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും അതിൻ്റെതായ ഒത്തിരി സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരും. ഇത് റിയാലിറ്റിയാണ്. ആരും നെഗറ്റീവ് ആക്കാൻ വേണ്ടി പറഞ്ഞല്ല, ആർക്കും വരാൻ ഞങ്ങൾ ആരും തടസ്സപ്പെടുത്തുന്നതല്ല കേട്ടോ. ഇത് റിയാലിറ്റി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോയേക്കല്ലേ? പിന്നല്ലേ, തീർച്ചയായിട്ടും. നല്ല തണുത്ത് വർഷിരിക്കല്ലേ. പാട്ടിട്ടാലാണ്
ചക്കി അങ്ങ് ഡൗൺ ആയല്ലോ. ചക്കി എനർജി മുഴുവൻ കടലിൽ കൊണ്ടുപോയോ? വിശക്കുന്നുണ്ട്. വിശക്കാൻ തുടങ്ങിയില്ലേ? ഉറക്കം വരുവാണ് ചക്കിക്ക്. അപ്പൊ നമ്മൾ നമ്മുടെ സ്ട്രീറ്റിലോട്ട് കയറി. എന്നാണേലും ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പോയിട്ട് ബർഗർ കഴിച്ചുള്ളല്ലോ. അപ്പൊ ഇന്ന് ഇച്ചിരി ഹെൽത്തി ആയിട്ട് കഴിക്കാന്ന് വിചാരിച്ചാണ് നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. അല്ല, നമ്മുടെ സ്ട്രീറ്റിലെത്തി അല്ലേ? ഐസൊക്കെ മെൽറ്റ് ആയി തുടങ്ങി. കറക്റ്റ് ഏപ്രിൽ മാസം സ്പ്രിംഗ് ആയ പോലെ ആയില്ലേ നോക്കിയാലേ. ഇത്ര പെട്ടെന്നല്ലേ വെതർ ചേഞ്ച് ആവണേ. മൂന്നല്ലോ അതിൽ കൂടുതലായിട്ട് മണിക്കൂർ കൂടുതലായിട്ടുണ്ട് ഇപ്പൊ നമ്മള് പുറത്തു പോയത്. അതാണ് കറക്റ്റ് കോൾഡ് വെതറിൽ കൂടുതൽ ഉറങ്ങും എന്ന് പറയുന്നത്. അത്ര ശരിയല്ലേ? നല്ല സൂപ്പർ ആയിട്ട് ഉറക്കമാണ് ആശാൻ. അപ്പൊ നമ്മളിതേ വീട്ടിലോട്ടേക്ക് കയറി. എന്താ രസമല്ലേ, വെയിലുണ്ടെങ്കിൽ എന്നാ സന്തോഷം പറയും ഇവിടെ. ഇവിടുത്തുകാര് ഈ കോൾഡ് വെള്ളം ആക്കിപ്പോഴും ശരിയായില്ല. കോൾഡ് വെതറിൽ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഒരു ചെറിയ എന്തെങ്കിലും ഹോട്ടായിട്ടുള്ള സാധനം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കും. ഞാൻ ഹോട്ടായിട്ടുള്ള സാധനം ഇപ്പം ഉണ്ടാക്കാം. അല്ല, ഞാൻ ഹോട്ടായിട്ടുള്ളത് കഴിച്ചോളാം. പിന്നെയും എല്ലാം തവിട് പൊടിയായിട്ട് കിടക്കുന്നത്. നമ്മളത് ശരിക്കും പറഞ്ഞാൽ ലഞ്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മളങ്ങ് വിട്ടുപോയത്. ഒന്നും അടുക്കി പറക്കാനോ അല്ലെങ്കിൽ വാഷ് ചെയ്യാൻ വെക്കാനൊന്നും പോയില്ല. കാരണം നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ സൺലൈറ്റും പോയി പെട്ടെന്ന് ഡാർക്ക് ആവും. നമുക്ക് പിന്നെ അല്ലേ കറക്റ്റ് സമയത്ത് കാര്യം നടക്കില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓടിപ്പിടിച്ച് പോവുക ചെയ്ത കാര്യം നടത്തി വരാൻ വേണ്ടിയിട്ട്. മൊത്തം അടുക്കളത്തായിട്ടല്ലേ, അതുകൊണ്ടത് മിസ്സായില്ല. നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇന്ന് കഴിയുമ്പോഴേക്കും അതൊക്കെ റെഡിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മൂട് പോകും. അതെ, ക്ഷീണം കൂടും. അപ്പൊ നമ്മള് പരിപാടി തുടങ്ങുമല്ലേ? ചിക്കു ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നു. ചേട്ടൻ പകുതി ഉറക്കത്തിലായി. അല്ല, ഇതൊക്കെ ഞാൻ റിലാക്സ് ചെയ്യണ്ടേ? അത് വേണം, പണിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ എന്തായാലും ചെയ്യുവാണ്, ക്ലീൻ ചെയ്യുന്നു. ചിക്കു ഫുഡ് ഉണ്ടാക്കും. കുറച്ച് കഴിഞ്ഞിട്ട് മതി, ഞാൻ ഫുഡ് ഉണ്ടാക്കട്ടെ. അപ്പൊ നമ്മളൊരു ഫുൾ ചിക്കൻ അങ്ങ് ഗ്രില്ല് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ മസാലയും നമ്മുടെ ഇവിടുത്തെ തൈമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിനകത്ത് ഗ്രില്ല് ചെയ്യാൻ വെക്കാം. നല്ലതായിട്ട് മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച്. കരയാണ്ടിരിക്കല്ലോ, വീണ്ടും വന്നിട്ട് ഉറങ്ങുക. ഇത്ര നേരം പുറത്തായതിന്റെ ഗുണമാണേ. ഫയറിലാട്ടോ നമ്മൾ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുന്നത്. സാറും 200 വെക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ കരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 180 വെച്ചത്. അപ്പൊ 15 മിനിറ്റ്സ് ഒരു സൈഡ്, എന്നിട്ട് 15 മിനിറ്റ്സ് അങ്ങനെയാണ് നോക്കുന്നത്. വേറെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാവേ ലാസ്റ്റ് എങ്ങനെയാന്ന്. ഓ, നല്ല നല്ല രസമായിട്ട് വന്നിട്ടുണ്ടല്ലേ. അതായത് 15 മിനിറ്റ് ഒരു സൈഡും 15 മിനിറ്റ് മറ്റേ സൈഡും 180. നമുക്ക് നോക്കാം, എന്തോ നോക്കാം. ജസ്റ്റ് ഒന്ന് കിള്ളി നോക്കുവാണേ. ഇല്ല, വെന്തിട്ടില്ല. ഉള്ളു വേഗം വഴിയില്ല, കാരണം പകുത്തി വെക്കണം. അല്ല, ഇത് മിനിമം ഒരു അരമണിക്കൂർ കൂടുതൽ വേവണം രണ്ട് സൈഡും. അപ്പൊ അരമണിക്കൂർ ആയുള്ളൂ. ഇനി 5 മിനിറ്റ് മുമ്പ് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡ് വേവിക്കണം. 200 ഡിഗ്രിയിൽ അരമണിക്കൂർ വെച്ച് വേവൂ എന്ന് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ആയിരിക്കും. അതിന്റെ ഇൻസൈഡ് ഒട്ടും വെന്തിട്ടില്ല, അകം വെന്തിട്ടില്ല, ഈ ഔട്ട് സൈഡൊക്കെ വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു അതിനെ പീസാക്കിയിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാൻ. തിന്നാൻ പറ്റില്ല. അയ്യോ, കൊച്ചു അറിയണം എന്നാടാവേ ഒരു കറിയില്ല എന്നാക്കുവാ? ബർഗർ കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. അവസാനം ബർഗർ കഴിക്കണതിന്റെ എമൗണ്ടിൽ നമ്മൾ വീട്ടിൽ തന്നെ ഡിന്നർ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതിന്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ ഗ്രില്ല് ചെയ്തത് അങ്ങനെയായി. പക്ഷെ ഇപ്പൊ വെന്തു കേട്ടോ, അങ്ങനെ പാർട്സ് ആയി കഴിഞ്ഞിട്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ചേമ്പ് പുഴുങ്ങിയതാക്കി. പൊട്ടറ്റോയ്ക്ക് പകരം ചേമ്പ് പുഴുങ്ങിയത്. പിന്നെ ഇവിടുത്തെ സാലഡ്. ചിക്കൻ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വെന്തു. നല്ല ടൊമാറ്റോ ഒലിവും അതിൽ നിന്നെടുക്കാൻ കഴിക്കുകയുള്ളത്. ആണോ? അങ്ങനെ അല്ലാണ്ട് കഴിക്കുന്ന ഇഷ്ടം. ഫേവറേറ്റ് ഫുഡായി കഴിയുമ്പോ എമൗണ്ടിലൊക്കെ ഇച്ചിരി കൂടുതൽ കാണും കിട്ടും ഓരോരുത്തർക്കും. എനിക്ക് ഭയങ്കര കൂടുതലാണല്ലോ ചിക്കു. ആണോ? എങ്ങനെയുണ്ട് കഴിച്ചോ? നിങ്ങളാ ടേസ്റ്റ് ചെയ്തോ? കുക്കുംബറും സോസും സ്പൈസിയാണ്. അടിപൊളിയാണ്. എന്റെ ഇഷ്ടം ഏതാ? നിങ്ങൾ ചേമ്പ് ഒരു പീസ് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കിയേ. നമ്മുടെ ചേമ്പ് കുഴിയതാട്ടോ, പൊട്ടയ്ക്ക് പകരം. ചേമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കപ്പയൊക്കെ പോലെ തന്നെ ഉള്ളൊരു സാധനം, കിഴങ്ങ്. ഉണ്ണിക്കുട്ടിക്ക് ചേമ്പ് ഇഷ്ടപ്പെട്ടോ? ഉണ്ണിക്കുട്ടിക്ക് ചേമ്പ് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. എന്താ? എല്ലാവർക്കും നമ്മളുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ 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 ബൈ.